കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് CPIയും തമ്മിലുണ്ടായ തർക്കം തീരുകയാണ്. ഇന്നു ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കും. മാനദണ്ഡങ്ങളിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒരു കത്തയക്കാം എന്നാണ് ഇരു കൂട്ടരും ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന സമവായ മാർഗമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുവരെ കരാർ മരവിപ്പിക്കണം, അതായത് ഇളവുകളിൽ തീരുമാനമാകുന്നതുവരെ കരാർ മരവിപ്പിച്ച് നിർത്തണം എന്നാണ് കത്തിൽ അഭ്യർത്ഥിക്കാൻ പോകുന്നത്. ഇരു പാർട്ടികളുടെയും ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് സമവായത്തിലേക്ക് സഞ്ചരിക്കുന്നത്. ഉച്ചയ്ക്ക് ചേരുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ കാര്യത്തിൽ അവരുടെ നിലപാട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് വിജിൻ വായന്തോട് എന്നോടൊപ്പം ചേരുന്നു. വിജിൻ, ഇത് തീരുമാനമായോ, സമവായമായോ, തർക്കം അവസാനിച്ച് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാം എന്നതിലേക്ക് CPI എത്തിയോ? നിഷാദ്, ഏറെ നാൾ ആയി LDFനെ പിടിച്ചുലച്ച ആ വലിയ പ്രതിസന്ധിക്ക് അയവ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ CPM മുന്നോട്ട് വെച്ച കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച നടത്തി തയ്യാറാക്കിയ സമവായ ശ്രമങ്ങൾക്ക്, അതിനുള്ള ഫോർമുലയ്ക്ക് CPI സംസ്ഥാന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. CPMന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാടിലേക്ക് നേതാക്കൾ അനൗപചാരികമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നു. ഇനി 1 മണിക്ക് ചേരുന്ന CPI സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനം അറിയിക്കുക. മന്ത്രിമാർ 3:30 ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്കും CPI എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച കരാർ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള ഫോർമുല, അത് അംഗീകരിക്കാതെയാണ് CPI കടുത്ത എതിർപ്പ് തുടർന്നിരുന്നത്. അതിനെ തുടർന്നാണ് കേന്ദ്ര നേതൃത്വങ്ങൾ തന്നെ ഇടപെട്ട് ഇക്കാര്യത്തിൽ പുതിയൊരു ഫോർമുല തയ്യാറാക്കിയത്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കരാർ മരവിപ്പിക്കണം, അതായത് വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല, ആ വ്യവസ്ഥകൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ കരാർ മരവിപ്പിക്കണം എന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്താണ് നിലവിൽ സംസ്ഥാന സർക്കാർ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നൽകാൻ ഉള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഉറപ്പാണ് നിലവിൽ CPIക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ CPMന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് CPI എത്തുകയാണ്. കുറേ നാളുകളായി കടുത്ത തരത്തിലുള്ള എതിർപ്പാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഉയർത്തിയത്. എന്തായാലും നിലവിൽ 1 മണിക്ക് ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ഓൺലൈനായി നേതാക്കളോട് പങ്കെടുക്കാൻ, ഇവിടെ ഉള്ള നേതാക്കൾക്ക് പുറമെയുള്ള നേതാക്കളോട് പങ്കെടുക്കാൻ CPI ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ D രാജ തന്നെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യമുണ്ട് ഓൺലൈനായി. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന തീരുമാനത്തിലേക്ക് CPIയും CPMും എത്തുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്ന നടപടി ഉൾപ്പെടെയുമായി മുന്നോട്ട് പോയാൽ അത് LDFന്റെ കെട്ടുറപ്പ് തന്നെ ബാധിക്കും എന്ന വിലയിരുത്തലിലേക്ക് ഇരു പാർട്ടികളും എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരു പാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. ആദ്യഘട്ടം മുതൽ കരാർ റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെടാനോ കഴിയില്ല, കരാറുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. പക്ഷേ നടപടികളൊക്കെ നിർത്തിവെക്കാം, ഫയൽ നീക്കങ്ങൾ, ഒപ്പം തന്നെ സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുന്ന നടപടി, അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ തയ്യാറാക്കുന്ന നടപടി, അതെല്ലാം മരവിപ്പിക്കാം എന്നുള്ളതായിരുന്നു നിലവിൽ CPIക്ക് ആദ്യഘട്ട ചർച്ചയിൽ നൽകിയ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെടില്ല, ആ ഉറപ്പിൽ തങ്ങൾ തൃപ്തരല്ല എന്നുള്ള കർശനമായ കടുത്ത തീരുമാനത്തിലേക്ക് CPI എത്തുകയായിരുന്നു. അതിനുശേഷം ഇന്ന് മന്ത്രിസഭാ യോഗം സാധാരണഗതിയിൽ ചേരേണ്ടത് 10 മണിക്കും 10:30-ഒക്കെയാണ്. പക്ഷേ CPIയെ അനുനയിപ്പിച്ച് മന്ത്രിസഭാ യോഗ ബഹിഷ്കരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മന്ത്രിസഭാ യോഗം ചേരാൻ തീരുമാനിച്ചത്. ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് 1-ാം തീയതി, അതായത് നവംബർ 1-ന് കേരളപ്പിറവി ദിനത്തിൽ ചേരുന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ട പ്രഖ്യാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് മുമ്പായ പ്രധാന പ്രഖ്യാപനങ്ങൾ ഒക്കെ നടത്താനാണ് മന്ത്രിസഭാ യോഗം ചേരാൻ തീരുമാനിച്ചത്. ആ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ അത് CPIക്കും ഒപ്പം തന്നെ LDFനും വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നേതാക്കളാരും CPI നേതാക്കളാരും നടത്താതിരുന്നത്. മന്ത്രിമാർ പോലും അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നില്ല. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ള നിലപാടായിരുന്നു അവർ ആ ഘട്ടത്തിൽ ഒക്കെ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ഫോർമുലയ്ക്ക്, പുതിയ
പുതിയ ഫോർമുലയ്ക്ക് CPM രൂപം നൽകുകയും ഒപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെയുള്ള 2 സെക്രട്ടറിമാരും ചർച്ച ചെയ്ത് ഒരു നിർദ്ദേശം, ഈ നിർദ്ദേശം അംഗീകരിക്കണമെന്ന നിർദ്ദേശം അത് മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ആ നിർദ്ദേശം CPM ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ MA ബേബിയും MV ഗോവിന്ദനും LDF കൺവീനർ TP രാമകൃഷ്ണനും ചേർന്ന് നടത്തിയ യോഗത്തിന് ശേഷം CPI അറിയിച്ചു. ഒപ്പം തന്നെ ദേശീയ നേതൃത്വവും CPM മുന്നോട്ട് വെക്കുന്ന പുതിയ അനുനയന ഫോർമുലയ്ക്ക് അതിന് വഴങ്ങണം എന്നുള്ള നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് എത്തിയ നേതാക്കളെല്ലാം നേരത്തെ കടുത്ത നിലപാട് സ്വീകരിച്ച നേതാക്കൾ പോലും ഇക്കാര്യത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയാണുള്ളത് എന്ന ഒരു അഭിപ്രായം പങ്കുവച്ചത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം നടക്കുകയാണ്. 1 മണിക്ക് ചേരുന്ന അവൈലബിൾ പൂർണ്ണമായ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ കമ്മിറ്റിയെ അറിയിക്കും. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ ഇക്കാര്യത്തിലുള്ള തീരുമാനം അംഗീകരിക്കുകയായിരിക്കും ചെയ്യുക. അതിനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഉറപ്പ്, ഒപ്പം തന്നെ CPMന്റെ ഉറപ്പ് ഒക്കെ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആര് തോറ്റു, ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് അത് എന്ത് എന്നുള്ള കാര്യത്തിലുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കും. കാരണം CPM കരാറിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പ്രധാന കാരണം അത് SSKയുടെ ഉൾപ്പെടെ ഫണ്ട് ലഭ്യമാവുക എന്നുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ താൽക്കാലികമായി മരവിപ്പിക്കുക,